17 52 തൊട്ട് 26 വനത്തിൽ നല്ല വിത്തിനെടുത്ത് ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോയി കർത്താവ് നടും. ഈ നടന്ന വിത്ത് ഓർത്ത് വന്നാൽ ആകാശം മുട്ടുമ്പോൾ ഇത് പറഞ്ഞിരിച്ചെന്ന് വരും. അതിന് പകരം വേണം. എവിടെയാണ് അറിയാമോ? ആകാശം മുട്ടുമ്പോ താഴെ നമ്മൾ എഴുതും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ പ്രധാനമൊന്നും ആവശ്യമില്ല. ആകാശം മുട്ടുമ്പോൾ താഴെ പോലും അറിയാൻ വേണ്ടിയ അത് നമ്മൾ അറിയാൻ വേണ്ടിയാണ്. അതായത് സാത്താനെ പറ്റി അറിയണമെങ്കിൽ യെശയ്യാ 14:9-14 സാത്താനെ പറ്റി അറിയാം. ഇങ്ങനെയാണ് പിശാച് വന്നത്. ലൂസിഫർ മാലാഖയെ ആയ ലൂസിഫർ പിശാചായത്. ഈസെക്കിയേൽ 28:7-19 വന്നു. ഇങ്ങനെയാണ് അവരോട് പോകുന്നത്. അവിടെ പൗലോസ് ന്യായീകരണ 1 Corinthians 1-6 വന്നു. പൗലോസ് പറഞ്ഞത് അഹങ്കാരം വരുന്നതാണ്. ജെറമിയ 9 23-26 ഞാനെല്ലാം ഭാഗം വരുമ്പോഴാണ് തകരുന്നത്. അത് നമുക്കൊരു വനം വേണം. നല്ലതിനെ കൊണ്ട് വിട്ട് ആയി കുറച്ച് കഴിയുമ്പോ 31-10 വേണം. ഈ വനമില്ലെങ്കിൽ അതാണ് പല പ്രാർത്ഥന പൂർവ്വം പലയിടത്തൊക്കെ കാണുന്നത്. അവരുടെ അഭിപ്രായ പോകണം. കാരണം പിന്നെ ഒറ്റയ്ക്കാണ് പോകും. ആരോ വേണ്ട. 112 നമ്മൾ പാടിച്ചിരിക്കണം. ഒറ്റയ്ക്ക് പോയി പറഞ്ഞവന് അത് പോകും. എടുത്ത് ചാടലിന് പറഞ്ഞാൽ ചാടലിനെ ചെയ്യാൻ 30-15 വേണം. അത് ചെയ്യാൻ 30 8 ഉത്തരവാദിത്തമുള്ളവനായിരുന്നു വേണം. മധുരമില്ലെങ്കിലാ നിങ്ങൾ ഓർത്ത സ്ഥലത്ത് വേഗം ഓടി പോകും. അവിടെ പോയാലെന്ത് വരും? വീട്ടിലായിരിക്കും. ഒറ്റയ്ക്ക് ഒരു ദൈവസുന്ദാരികളും നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞായറാഴ്ച വരുന്നത് തള്ളി കേൾക്കാൻ പറഞ്ഞാണ്. ആലോചിച്ചാൽ നിങ്ങളുടെ തലയെ കൊണ്ടത് ആരോഗ്യം കഴിയും. ആസ്ഥാനത്തുള്ള കേൾക്കും. അപ്പോൾ അവനെ റിലീസ് കിട്ടും. നിങ്ങൾക്ക് അതാണ് 1 Timothy 5:22-23. ഈ കൃപയില്ലാത്തവരാണ് അവര് അതിൽ പറയണത് ഇതാ പ്രവർത്തിക്കണം. ഒന്നും പ്രവർത്തിക്കില്ല. അതിന് മാത്രം വിശ്വസിച്ച് ചെയ്തേക്കണം. ശരിയായിട്ടില്ലായിരിക്കും. ഇല്ല, അവസ്ഥയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവില് ശക്തി പ്രാപിച്ച് ഇങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ശരിക്കും കുറേ സ്വന്തം 10 എല്ലാവരും ആയിരിക്കണം. അല്ലാത്തൊരു വരാതിരിക്കണം. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. അടിമരിക്കും. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഞങ്ങൾ പോയി പോയപ്പോ ഒരൊറ്റ രീതിയിലായിരുന്നു. എന്ത് സ്ട്രൈറ്റായിരുന്നു നടക്കണം. എന്ത് പ്രയാസം ഉണ്ടായിരുന്നു, എന്ത് കടുപ്പമായിരുന്നു. എന്നാൽ ഭയങ്കര അത്ഭുതം ഉപയോഗം കാണിച്ചുകൊണ്ടിരുന്നു. ഒറ്റ കൗൺസിലിങ്ങിന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രഭു വലിയ കൗൺസിലിംഗ് കൊടുക്കുകയാണ്. കൗൺസിലിംഗ് കൊടുക്കാൻ വെച്ചാൽ മനുഷ്യരെല്ലാം മനസ്സിലാണ്. മറ്റൊരു പഠിച്ചിട്ട് വലിയ നമ്മളവരുടെ നിൽക്കുന്നത്. നമുക്കൊരു വിശുദ്ധീകരണമാണ്. 6:22 അതിനെയാകും വിശുദ്ധീകരണം, പിന്നെ അവനെ എത്തിച്ചിരണം. അതില്ലാതെ വരുമ്പോഴാണ് ഇത് തകർച്ച വരുന്നത്. ബ്ലോക്ക് വരുന്ന കാര്യമാണ്. നമ്മുടെ പ്രകടമാണ്. ഈ പ്രകടമാണ് നമ്മളോട് കൊടുക്കുന്നത്. എപ്പോഴും ഇതിന്റെ 1-7 മുതൽ 12 വനത്തില് നമ്മളൊരു പ്രകടനെ ആ പ്രകടനം അങ്ങോട്ട് കൊടുക്കും. അതേ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതൽ ഏകഗുണ സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് ഒന്നും തോന്നിക്കില്ല. അത് പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് ഒരു ഏകമനസ്സെടുത്ത് ശക്തമായിട്ടായിരിക്കും. ഈശോടെ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയില് 22 39-46 വേണം. മത്തായി 26-36 വേണം. മാർക്കോസ് 14-32 വേണം. നിങ്ങൾക്ക് വായിക്കാം. തങ്ങളുടെ എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് സാത്താൻ പ്രവേശിച്ചു. ഇതാ യോഹന്നാൻ 13:27. സാത്താൻ പ്രവേശിച്ചാണ്. അതിൽ തന്നെ സാത്താൻ പ്രവേശിക്കുന്ന അപകർഷം സ്വീകരിച്ചതിനെ തുടർന്ന് അത് യോഗിയോട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് 1 Corinthians 12-27-30 വനത്തില് പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്. അവൻ
പുരോഹിത പ്രമുഖന്മാരെയും ദേഹാന്തന്മാരെ സംബന്ധിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർ കൊച്ചിക്കൊടുക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചു. കൊച്ചിക്കൊടുക്കൽ എല്ലായിടത്തും ഉണ്ടാകും. ഇല്ലോ കൂടെ വേണ്ടവർ ചെന്ന് മറ്റേത് എല്ലാം അതെല്ലാം ഈശോയ്ക്ക് എന്തെല്ലാം അനുഭവിച്ചു അതെല്ലാം നിങ്ങൾ ഉണ്ടാവും. ശരിക്കും ഈശോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ അതേ മാർഗത്തിൽ നടന്നു പോകണം. ഒന്ന് ഒന്നാം ചാനൽ ഒന്നോ താഴോട്ട് വരാം. പീഡനം ഉണ്ടാവുക ഉണ്ടാവും, നല്ല കുടുംബം ഉണ്ടാവും, ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവുക ഉണ്ടാവും, എല്ലാം സന്തോഷം ഉണ്ടാവുക, തള്ളിപ്പറഞ്ഞാവും ആ ഗുരുവുണ്ടാവും. അതെല്ലാം നടക്കും. കർത്താവ് പറഞ്ഞ യോഹന്നാൻ ഉണ്ടാവുക, യോഹന്നാനും ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. സകലം മഹാനികളുണ്ടാവും, നിഷ്ഠവന്മാരായി അവരവരുടെ പ്രവർത്തനം ചെയ്ത് നടക്കാൻ. അപ്പോസ് ഉണ്ടാവുക, അപ്പോസ് എങ്ങനെ ചെയ്തു? ഇതൊക്കെ ആ 22 48 മുതല് 53 മനസ്സിലാവും. ഈശോയെ ചുമ്മിക്കാൻ അവൻ മുമ്പോട്ട് വന്നില്ലേ? 16 ഒന്ന് 4:14 ചുംബനം പരസ്പരം ചുംബിക്കുകയാണ്. നേരെ ചുംബനം കൊടുക്കുകയാണ്. അതിന് വിപരീതമാണ് ചുംബനം കൊണ്ട് നീ മനുഷ്യർക്ക് വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ യേശുവാണ് കൂടെ ഉണ്ടായിരുന്നത്. കർത്താവേ, ഞങ്ങൾ വാതെടുത്ത് വെട്ടയോ എന്ന് ചോദിച്ചു. എന്താ അതെന്തുകൊണ്ടാണ്? മനുഷ്യമായിട്ട് വിവരാജനല്ല പ്രവർത്തിക്കുന്നത്. വാതെടുത്ത് വെട്ടത്തെയുള്ള എന്ന് ചോദിച്ചു. അവരുടെ ഒരു പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അതും കൊടുക്കുന്നു. അതെടുത്ത് ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോ ഞങ്ങള് നഗരത്തിൽ രാത്രി വരെ ഭയങ്കരമായിട്ട് കുതിച്ചുകൊണ്ട് അവരുടെ മുറ്റത്ത് നിന്ന് അച്ഛനെ എങ്ങനെ ചെറുത്. അപ്പൊ അവിടുത്തെ ൂപ്പാരും 3-4 പേര് വന്നേക്കുന്നു. ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തിട്ട് അതിന്റെ ആവശ്യമില്ല, പോകണ്ട. അവനെ വെറുതെ ഇടാൻ പറ്റില്ല. ഇതൊക്കെ നടക്കും. അവന് കപ്പോസ് അവനെടുത്ത് വെക്കണം. അവൻ നമ്മളായിട്ട് തന്നെയാണ് പ്രാർത്ഥന. നമ്മൾ 23 ഏറ്റവും ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോ ആ തന്നെ അവിടെ പിറ്റേ ദിവസം ഞാൻ വേറെ പറഞ്ഞുകൊണ്ടിരുന്നു 7 മണി മുതൽ 10 രാത്രി വരെ അവിടെ ഇരുന്ന് ആൾക്കാരെ പുറത്തിരുത്തി. എന്നിട്ട് വയറം കൊടുത്തോണ്ടിരുന്നപ്പോ അവ കറയെ ചുറ്റി ഒരു സൈഡിൽ കൂടി അവനും വയറം കേൾക്കാൻ നമ്മൾ കൊടുത്തിരുന്നു. അല്ല കേട്ടവിടെ അവിടുത്തെ ഏറ്റവും കൂടുതൽ റൗഡിയാണെന്ന് പറഞ്ഞു. അതൊക്കെ ആയിരിക്കും, അത് പൈസ ശക്തികളായിരിക്കും. അതെന്തുകൊണ്ടാണ് അവിടെ വരുന്നത്? അതിന് ഇടയിൽ തന്നെ വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ആണാ വരുന്നത്. ഈ ഒരിക്കലും വരില്ല. ഇതാണ് ആത്മീയസം. നമ്മുടെ ഇടയിൽ ഒരു മന്ത്രഭാവന വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും വിശ്വാസം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീട് 11-14 1 കൊരിന്ത്യസ് 5:6 ഗലാത്യർ 5:9 ഒരു തുള്ളി മദീനയുടേത്. വൈകാരികത്തിന്റെ വിത്ത് വന്നു പോയാൽ, ഹൃദയത്തിൽ വന്നു പോയാൽ പല കഥകളും വരും. എബ്രായർ 15:12 ആ 15-ാം വാക്യം. അതുകൊണ്ടാണ് അപ്പത്തി വ്യത്യാസങ്ങൾ വേണം തമ്മിൽ നമ്മള് ഞായറാഴ്ചത്തെ പ്രത്യേകിച്ച് പ്രാർത്ഥന വരുമ്പത്തിന് തമ്മിൽ മാപ്പ് വന്നിട്ട് വേണം. കാരണം അനേക അന്ധകാര ശക്തി ലോകത്തിലെ എല്ലാ കളികളിലും എല്ലാം ഇവിടെത്തിയാണ് ഉള്ള പൈസ ശക്തികൾ മുഴുവൻ വരികയാണ്. അങ്ങനെ നമ്മൾ ആത്മാവിന്റെ ശക്തിയിലാണ്, കർത്താവിന്റെ കൃപയിലാണ് യേശു പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അതേപോലെ മുന്നോട്ടില്ല. ഞാൻ ഇതെല്ലാം ഇവിടെ കഴിഞ്ഞിട്ട് അവസരം അവരെ കൊണ്ട് പ്രേരിപ്പിച്ച് വരാനാണ് പറയാം. എല്ലാവരും 38 എന്താ രാത്രി എല്ലാവരും സന്തോഷിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം ആ ചിന്ത പറഞ്ഞാലൊരു മാറ്റം വന്നു. അങ്ങനെ അമ്മ വന്നു. അത്രയും ദിവസം അവിടെ പറഞ്ഞ ആ ചിന്ത ഉണ്ടാകും. ഇല്ലെന്നോ അറിയിച്ചു ശാസനെ മധ്യസ്ഥപ്രാർത്ഥന തടസ്സം ഉണ്ടായാലോ എല്ലാം തടസ്സം ഉണ്ടാകും. അത് വചനമൊന്നും കഴിയില്ല, വചനത്തിൽ തടസ്സമായിരിക്കും. അല്ലെങ്കിൽ യോഹന്നാൻ 7:37-39 ജീവജലം അവിടെ നിന്ന് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. 10:9 17 രാവിലെ കൂടി പോകുന്നുണ്ട്. ജീവജലം തടസ്സം വന്നാലോ എവിടെയോ തകരാറുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നമ്മുടെ ശുശ്രൂഷ വലിയ ശുശ്രൂഷ.
അത് നിങ്ങൾക്ക് ഈ വെളിപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ പലരും ജലത്തിൽ കിടക്കുന്നതുകൊണ്ടൊക്കെയാണ്. വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവസാനത്തിലും വരുന്ന ശുശ്രൂഷയാണ്. അതാണ് ഈ പൗലോസിനും അപ്പോസ്തലനും ദൈവം കൊടുത്തിരിക്കുന്നത്. അതേ നമ്മൾ ഉപയോഗിക്കേണ്ടവർ അതേ തന്നെ ദൈവം തന്നിരിക്കുകയാണ്. യാതൊരു വ്യത്യാസമില്ല. അവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന രൂപം. അപ്പൊ ആ കൃപയിൽ വരുമ്പോൾ വളരെയധികം പൂർണ്ണം ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കും. എല്ലാ സ്ഥലത്തും നമ്മൾ ആരും വിളിക്കല്ല, അവരെല്ലാം തള്ളിക്കളെ ഇങ്ങനെല്ലാം നടക്കും. അല്ലെങ്കിൽ അതെല്ലാവരും ലൈഫിലായിട്ട് പോകുമ്പോൾ ആക്സിഡന്റ് സാധിക്കലാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾ കൃപയിലായിപ്പോയി.